എന്താണ് മീസാൻ? അത് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ഒരു തുലാസാണ്. ഈ തുലാസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സമയത്ത് മലക്കുകൾ വരെ നെട്ടിപ്പോകുന്നുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യുന്നില്ല, എന്നിട്ട് ഞങ്ങൾക്ക് ഈ മീസാനെ നിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മീസാനിന്റെ വിശാലതയെ കുറിച്ചിട്ട്. അതായത് മീസാന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. നന്മയും തൂക്കപ്പെടുന്ന തുലാസിന്റെ വലിപ്പം എന്ന് പറയുന്നത്, അതായത് അതിന്റെ വിശാലത എന്ന് പറയുന്നത്, ഭൂമി ആകാശം അതിനെ ആ തുലാസിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയാണ്. അത്രക്ക് വലിപ്പമുണ്ട് തുലാസിന്. അതുകൊണ്ടാണ് മലക്കുകൾ പറഞ്ഞത്, അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇബാദത്ത് കൊണ്ട് ഇത് നിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഈ 5 കാര്യങ്ങൾ വളരെ ഉഷാറാണ്. 1 തസ്ബീഹ് ആണ്, 2 സിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 അൽഹംദുലില്ലാഹ്. 5-മത്തേത്, ഒരാൾ മരണപ്പെട്ടു, നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്, അതെല്ലാം സഹിച്ചു പിടിച്ചു, എന്നിട്ട് ഇതിന് നാളെ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ആ സങ്കടത്തെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് മീസാനിനെ നിറക്കുന്നതാണ്. അത്രക്കും ഭാരമാണ് ഈ 5 കാര്യങ്ങൾക്ക്. അള്ളാഹുവിന്റെ ഏറ്റവും കാരുണ്യം അത് പ്രകടമാകുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് മീസാന്റെ അരികിൽ വെച്ചിട്ടാണെന്ന് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരാളുടെ നന്മയും തിന്മയും തൂക്കപ്പെട്ടു, രണ്ടും സമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു നന്മ ആരെങ്കിലും കയ്യിൽ നിന്ന് നീ കൊണ്ടുവരികയാണെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിലൂടെ അദ്ദേഹം നടക്കുന്നു, എനിക്ക് ഒരു നന്മ തരുമോ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. ഇത് കേൾക്കുന്ന ആളുകളെല്ലാം പറയുന്നു തരാൻ സാധ്യമല്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളടുക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് അവർ പറയുന്നു. ഇദ്ദേഹം വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി. അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കുറെ സമയമായാലും ഇങ്ങനെ അന്വേഷിക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു നന്മ വേണം, എങ്കിലാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു, എന്റെ നന്മയും തിന്മയും തൂക്കപ്പെട്ടു, എനിക്ക് ആകെയുള്ളത് ഒരു നന്മ മാത്രമാണ്, ബാക്കിയെല്ലാം തിന്മകളാണ്. അതുകൊണ്ട് ഞാൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. എന്തായാലും നിങ്ങളെങ്കിലും രക്ഷപ്പെടുക, എന്റെ നന്മ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് സന്തോഷം കൊണ്ട് ഇദ്ദേഹം അള്ളാഹുവിന്റെ അരികിലേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, എന്തായി നിന്റെ കാര്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എനിക്ക് നന്മ കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് നിനക്കിത് തന്നത്? അദ്ദേഹത്തെ കൂട്ടി നീ വാരും. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ കാരുണ്യത്തെക്കാൾ എത്രയോ വിശാലമാണ് എന്റെ കാരുണ്യം, അതുകൊണ്ട് നിങ്ങൾ 2 പേരും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക.